പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിനായി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് എത്രയും പ്രിയമുള്ളവളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിപ്പാനായി അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിലും ഈ ശുശ്രൂഷയിലും വന്നു നിറയണമേ. ആമേൻ. ആമേൻ. യേശുവില് ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവകൃപയുടെ ആഴമേറിയ 5 ദിവസങ്ങൾ നമ്മൾ പിന്നിട്ടു. വിശുദ്ധ ലൂയി മോൺഫോർട്ടിലൂടെ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഈ 33 ദിവസങ്ങൾ നമ്മൾ പിന്നിടുമ്പോൾ ആദ്യ 5 ദിവസങ്ങളെ ഒന്ന് നമുക്ക് ചിന്താവിഷയമാക്കാം. ഒന്നാമത്തെ ദിവസം നമ്മൾ ചിന്തിച്ചത് ദൈവത്തിൻ്റെ സ്നേഹം നാം അറിയണം, അതിൽ നിലനിൽക്കണം എന്നുള്ളതാണ്. ആ സ്നേഹമാണ് ഇനിയുള്ള ദിവസങ്ങളെയും കൂടുതലായിട്ട് നമ്മൾ നയിക്കേണ്ടത്. രണ്ടാമത്തെ ദിവസം നമ്മൾ ചിന്തിച്ചത് പാപം എന്നെ ദൈവത്തിൽ നിന്നും ദൈവിക ജീവനിൽ നിന്ന് അകറ്റുന്നു. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ പ്രവൃത്തിയുടെ ഫലം തന്നെയാണ് ദൈവം അകന്നത്. എന്നാൽ നമുക്ക് ദൈവത്തിലേക്ക് അടുക്കാനുള്ള വഴികളെക്കുറിച്ചും ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു. മൂന്നാമത്തത് പാപത്തിൻ്റെ വേര് നശിപ്പിക്കണം. പാപം നമ്മിലേക്ക് വന്ന വഴികളെ നശിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, പാപ കാരണങ്ങളെ നമ്മൾ ഇല്ലാതെയാക്കാനാണ് നമ്മൾ പ്രധാനമായിട്ടും 4-ാമത്തെ ദിവസം ചിന്തിച്ചത്. 5-ാമത്തെ ദിവസം പിശാചിൻ്റെ കുടിലതന്ത്രങ്ങളെയും. ഇന്നിതാ 6-ാമത്തെ ദിവസത്തേക്ക് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ എത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ 4-ാമത്തെ ദിവസം ചിന്തിച്ച നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ദുരാശകളുടെ പ്രധാന വഴിയായിരുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതിലെ ഓരോ ദുരാശകളെയും ഇനിയുള്ള ഓരോ ദിനങ്ങളും നമ്മൾ ചിന്തിക്കുകയാണ്. ഒന്നാമത്തെ ദുരാശയാണ് ജഡത്തിൻ്റെ ദുരാശ. അനേകര് കീഴ്പ്പെട്ട് കിടക്കുന്ന ഒരു വലിയ അവസ്ഥയാണ്. ലോകാരൂപിയെ തോൽപ്പിക്കാൻ പറ്റാതെ കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ് ഈ ജഡത്തിൻ്റെ ദുരാശ. വിശുദ്ധനായ ലൂയി മോൺഫോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ജഡം എന്നത് ശരീരം മാത്രമല്ല, പാപത്തിൻ്റെ മുറിവേറ്റ മനുഷ്യ സ്വഭാവമാണിത്. അത് സുഖ ആസക്തി, സ്വാർത്ഥത, ഇന്ദ്രിയ ആസക്തി, ആത്മീയ അലസത എന്നിവയിലൂടെ ദൈവത്തിനെതിരെ മനുഷ്യൻ നയിക്കുന്ന
അവൻ്റെ പ്രവർത്തികളാണ്. ഈ വിശുദ്ധനായ ലൂയി മോൺഫോർട്ട് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ ക്രമപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്തയിലുണ്ടായിരുന്ന പരിശുദ്ധ അമ്മയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായിട്ടും ഈ ലോക ശത്രു, ജഡത്തിൻ്റെ ശത്രുവിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്. ഒന്ന്, ഈ സുഖത്തിൻ്റെ ആസക്തി വർദ്ധിക്കുന്ന കാലഘട്ടങ്ങൾ ലോകത്ത് വരുന്നു. പണ്ടുണ്ടായതുപോലെയല്ല പ്രിയപ്പെട്ടവരെ, സുഖത്തിൻ്റെ പുറകെ പോകുന്ന ഒരു കാലഘട്ടം നമുക്ക് ചുറ്റും ഒത്തിരി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. രണ്ടാമത്തത്, സ്വാർത്ഥതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്ന ഒരു സ്ഥലത്ത് മറ്റാരും ഉണ്ടാകരുത്, ഞാൻ മാത്രം ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് ലൂയി മോൺഫോർട്ട് പ്രധാനമായിട്ടും യഥാർത്ഥ മരിയ ഭക്തി എന്ന പുസ്തകത്തിൽ എടുത്തു പറയുന്ന ഒരവസ്ഥയാണ് ഈ ജഡത്തിൻ്റെ ദുരാശ. നമുക്കതിനെ ആഴത്തിൽ ചിന്തിക്കാൻ യോഹന്നാൻ്റെ ലേഖനത്തിൽ 1-ാം ലേഖനം 2-ാം അധ്യായം 15 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ കൃത്യമായിട്ട് പഠിപ്പിക്കുക. ലോകത്തെയോ ലോകത്തിൻ്റെ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ല, പ്രത്യുത അത് ലോകത്തിൻ്റെതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ ദുരാശകളിൽ പ്രധാനപ്പെട്ട ഈ ജഡത്തിൻ്റെ ദുരാശയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുക, ഈ പാപം നമുക്ക് തരുന്ന ഒരു ലാഭം വലിയൊരു നഷ്ടമാണ്. ചിലപ്പോൾ നമുക്ക് തോന്നും പാപം തരുന്ന ലാഭം വലിയ ലാഭമാണ്, എന്നാൽ അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് വലിയൊരു നഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം പറയുക, പാപം ചെയ്യാൻ എനിക്ക് ചുറ്റും അവസരം ഉണ്ടായിട്ടും പുണ്യപരിപൂർണതയ്ക്കായിട്ടാണ് ജീവിതം മുഴുവൻ മാറ്റിവെച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ജഡത്തിൻ്റെ ദുരാശയെ എങ്ങനെ നിയന്ത്രിക്കാം. അതുകൊണ്ട് ഈ ത്രിവൃത ശത്രുക്കളെ എങ്ങനെ നമുക്ക് കീഴ്പ്പെടുത്താം. ഇന്ദ്രിയ സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സമയങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം. 2, ലൗകിക വസ്തുക്കളോടുള്ള അമിതമായ ആഗ്രഹങ്ങളെ തടയാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. 3-ാമത്തത്, തന്നെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കാതെ ദൈവത്തെ തൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. അതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഈ ചിന്തയിലേക്ക് കടക്കുകയാണ്. ഈ ശരീരത്തിൻ്റെ ദുരാശയെ നമുക്ക് തിരികാം. 1, ജഡത്തിൻ്റെ ദുരാശ എന്ന് പറയും. മതബോധന ഗ്രന്ഥം 2348 ഖണ്ഡിക കൃത്യമായിട്ട് പഠിപ്പിക്കുക, മാമോദിസ സ്വീകരിച്ച എല്ലാവരും ശുദ്ധതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. മാമോദിസ സ്വീകരിച്ച എല്ലാ കത്തോലിക്കനും ശുദ്ധതയിലേക്ക്, വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രൈസ്തവൻ എല്ലാ ശുദ്ധതയുടെ മാതൃകകളും ക്രിസ്തുവിനെ ധരിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ യേശുവിനെ ധരിക്കുന്നവൻ ഈ ശുദ്ധതയുടെ മാതൃക സ്വീകരിക്കുന്നുവെന്ന് മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുക. അതുകൊണ്ട് പറയാണ്, തങ്ങളുടെ പ്രത്യേകമായ ജീവിത അവസ്ഥയ്ക്ക് യോജിച്ച നിർമ്മലമായ ജീവിതം നയിക്കാൻ എല്ലാ ക്രൈസ്തവ വിശ്വാസികളും വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം തന്നിരിക്കുന്ന വിളിക്ക് യോഗ്യമായ, അപ്പം എൻ്റെ പൗരോഹിത്യ വിളിക്കനുസരിച്ച് ഞാൻ ജീവിക്കണം. കുടുംബജീവിതം നയിക്കുന്ന വ്യക്തി ആ ജീവിതത്തിന് യോഗ്യമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് സഭ പഠിപ്പിക്കുക. തുടർന്ന് പറയുക, തൻ്റെ വൈകാരിക ജീവിതം നിർമ്മലമായി സൂക്ഷിച്ചു കൊള്ളണമെന്ന് ജ്ഞാനസ്നാന വ്രതവേളയിൽ ക്രൈസ്തവൻ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുന്നിൽ മാമോദീസ സ്വീകരിക്കുന്ന സമയത്ത് ഒരു വ്രതം ചെയ്തിട്ടുണ്ട്. എൻ്റെ വൈകാരിക ജീവിതത്തിലെ സുഖങ്ങൾ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നതാണെങ്കിൽ മാത്രമേ ഞാൻ അതനുഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഭയുടെ പഠനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധ അമ്മ ഒന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വിവാഹത്തിന് പുറമെയുള്ള ലൈംഗിക ആസ്വാദനങ്ങൾ നിഷിദ്ധമാണ്. കത്തോലിക്ക വിശ്വാസി അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസി, ക്രിസ്തുവിനെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്ന ആരായാലും അവരുടെ ജീവിതത്തിൽ വിവാഹം എന്നതിൻ്റെ പുറമെയുള്ള എല്ലാ ബന്ധങ്ങളും അശുദ്ധമാണ്. കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ചിൻ്റെ 2390 ഖണ്ഡിക കൃത്യമായിട്ട് പഠിപ്പിക്കുക, വിവാഹ ജീവിതത്തിനുള്ളിൽ മാത്രമാണ് ലൈംഗിക ബന്ധം നടക്കേണ്ടത്. വിവാഹത്തിന് പുറത്ത് അത് ഗൗരവമായ പാപമാണ്. പ്രേമബന്ധങ്ങളിലും കുടുങ്ങുമ്പോഴും ഈ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അത് വിവാഹ ബന്ധത്തിലേക്ക് പിന്നെ കടന്നു വന്നാലും ഈ പാപം അവിടെ അസ്വസ്ഥമായി കിടക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വിവാഹം എന്നത് ഒരു കൂദാശയാണ്. കൂദാശ ചെയ്യപ്പെട്ട 2 ജീവിതങ്ങൾ ഒന്നാകുമ്പോൾ അതിൽ നിന്ന് പരിശുദ്ധിയാണ് ജനിക്കുക. കൂദാശ ചെയ്യപ്പെടാത്ത ജീവിതങ്ങൾ ചെയ്യപ്പെട്ടാൽ അത് പാപമാണ്.
ഞാനിങ്ങനെ പലരോടും പറയാറുണ്ട്, ഞാനൊരു ഡീക്കനായിരുന്ന സമയത്ത് വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകില്ല. മറിച്ച് പൗരോഹിത്യം കിട്ടിയതിന് ശേഷമേ ഒരു പുരോഹിതന് യഥാർത്ഥത്തിൽ ബലി അർപ്പിക്കാൻ കഴിയുള്ളൂ. അപ്പോഴാണ് അവൻ ബലിവസ്തുവിനോട് കൂടുതൽ ഇണക്കപ്പെടുന്നത്. ഇതുപോലെ ദാമ്പത്യം എന്നത് വിവാഹം എന്ന കൂദാശയിൽ ചേർക്കപ്പെടുമ്പോഴേ അത് ഒന്നാകുന്നുള്ളൂ. ഒന്നാകലിൽ നിന്ന് വിശുദ്ധിയുള്ള മക്കൾ ഉണ്ടാകുന്നുള്ളൂ. രണ്ടാമത്തത് പ്രിയപ്പെട്ടവരെ, വിവാഹത്തിലെ ലൈംഗികത നിസ്വാർത്ഥമായ സ്നേഹത്തിൽ നിന്നുണ്ടാകണം. സ്വാർത്ഥ സ്നേഹത്തിൽ നിന്നുണ്ടാവരുത്. ഒരു പുരുഷൻ്റെ ഇഷ്ടം കൊണ്ട് ഭാര്യയെ ഉപയോഗിക്കരുത്. ഇത് ഈ കാലഘട്ടത്തിൽ അനേകം കുടുംബങ്ങളിൽ സംഭവിക്കുന്നൊരു പാപം. ലൈംഗികതയ്ക്ക് മാത്രമായിട്ട് വിവാഹത്തെ ചുരുക്കുന്ന കാലഘട്ടങ്ങളിലേക്ക് ഒരുങ്ങി. അതുകൊണ്ടാണ് ഇതിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടത്. ലൈംഗികത ഒരു അശുദ്ധിയല്ല, ഒരു വിശുദ്ധിയാണ്. പ്രിയപ്പെട്ടവരെ, സഭയുടെ മതബോധന ഗ്രന്ഥം 2351 ഖണ്ഡിക കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ലൈംഗിക സുഖത്തിന് വേണ്ടിയുള്ള അമിതമായ ആഗ്രഹമോ അല്ലെങ്കിൽ അതിൻ്റെ അനിയന്ത്രിതമായ ആസ്വാദനവും ആകരുത് നമ്മുടെ കുടുംബജീവിതത്തിലെ ലൈംഗികത. പ്രിയപ്പെട്ടവരെ, സഭ ഇത് പഠിപ്പിക്കുന്നത് ഇതിലൊരു വിശുദ്ധിയുണ്ട്. അത് കാത്തുപരിപാലിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ജഡത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നത്, ആത്മീയതയുടെ കൃപയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 4-ാം വാക്യം നമ്മൾ പഠിപ്പിക്കുന്നത്, എല്ലാവരുടെയും ഇടയിൽ വിവാഹം മാന്യമായി കരുതപ്പെടണം, മണവറ മലിനമാക്കരുത്. മാന്യതയുള്ളതാണ് കുടുംബജീവിതം. ഒരു പുരോഹിതൻ ബലിപീഠത്തിൽ ബലി അർപ്പിക്കുന്നത് പരിശുദ്ധിയോടെയാണെങ്കിൽ ഒരു ജീവിത പങ്കാളി തൻ്റെ ജീവിത കൊടുക്കുന്ന പങ്കാളിക്ക് അത് മാന്യതയോടെ കൊടുക്കാൻ പരിശ്രമിക്കണം. അവിടെയാണ് ദൈവീകമായ ലൈംഗികതയുടെ പരിശുദ്ധി ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, മറ്റൊന്ന്, മൂന്നാമത്തെ കാര്യം വിവാഹത്തിനെതിരായ തെറ്റുകളാണ്. ഈ കാലഘട്ടത്തിൽ വിവാഹേതര തെറ്റുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഒന്ന്, വ്യഭിചാരമാണ്. ഒരേ സമയം തന്നെ 2 പേരെ കൊണ്ടു നടക്കുന്ന ഈ ദാമ്പത്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒന്ന് സ്ത്രീയുമായിട്ട് ബന്ധം, മറ്റൊന്നൊരു പുരുഷനുമായിട്ട് ബന്ധം. അതുപോലെയുള്ള ഈ മൃഗഭോഗങ്ങൾ, അതുപോലെ ഹോമോസെക്ഷുവാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളോടുള്ള അമിത താല്പര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ വർദ്ധിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വേദനിക്കുകയാണ്. പരിശുദ്ധമായി ജനിക്കപ്പെട്ട മനുഷ്യ, നീ എന്തിനു വേണ്ടിയിട്ടാണ് നിന്റെ പരിശുദ്ധി നഷ്ടപ്പെടുത്തുന്നത്? ദൈവം തന്ന സൃഷ്ടികർമ്മത്തിലൂടെ നിനക്ക് രൂപം തന്ന ശരീരത്തെ വികൃതമായ ലൈംഗികത കൊണ്ട് നീ സൃഷ്ടികർമ്മം നടത്തുമ്പോൾ ആ കുഞ്ഞ് ആ പാപത്തിന് കാരണമായി തീരുന്നുണ്ട്. മറ്റൊന്നാണ് വിവാഹമോചനങ്ങൾ. പണ്ടുള്ളതുപോലെയല്ല പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകം കുടുംബങ്ങളിൽ, ഏതൊരു കുടുംബം എടുത്താലും ഒരു വിവാഹമോചനത്തിൻ്റെ കഥ പറയുന്നൊരു കാലഘട്ടമായി. കാരണം എന്താണെന്നറിയോ? ദൈവികതയ്ക്ക് സ്ഥാനം വരാതെയാകുമ്പോൾ, സുഖലോലുപതകളും വർദ്ധിച്ചു വരുമ്പോൾ പ്രധാനമായിട്ടും ഈ വിവാഹമോചനങ്ങൾ ഉണ്ടാകും. മൂന്നാമത്തത് ബഹുഭാര്യത്വമാണ്. ഒരേ സമയം തന്നെ ഒത്തിരി ഭാര്യമാരെ കൊണ്ടു നടക്കാനുള്ള ആഗ്രഹം. ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെയുള്ള സുഖങ്ങളിൽ പോകുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന മക്കൾ പോലും വികൃതമായ ജീവിതങ്ങളിലേക്ക് കടന്നു പോകുന്നു. മറ്റൊന്ന്, നിഷിദ്ധമായ സംഗമങ്ങൾ, ഈ മൃഗഭോഗങ്ങൾ, അതുപോലെ തന്നെ തെറ്റായ രീതിയിലുള്ള ഈ കാലഘട്ടത്തിലുള്ള LGBT പോലെയുള്ള തെറ്റായ ബന്ധങ്ങളുടെ ഇതിലേക്ക് കടന്നു പോകാം. അതിനെക്കുറിച്ച് പറയുന്ന മാധ്യമങ്ങളും മാധ്യമവേട്ടകളും അതിലേക്ക് കടന്നു ചെല്ലുന്നൊരവസ്ഥ. അവരോടൊത്തിരി കരുണ കാണിക്കുന്നു, എന്നാൽ ജീവിതത്തിൽ ദൈവം തന്നവരോട് കരുണ കാണിക്കാത്ത അവസ്ഥ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയുക. മലാക്കി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 16-ാം വാക്യം പറയുക, വിവാഹമോചനം ഞാൻ വെറുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് വിവാഹം കഴിക്കാൻ ഒത്തിരി പേർക്ക് ഭയമാണ്. ഈ രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള കെട്ടുകൾ ചിലപ്പോൾ ചെറുപ്പത്തിലേറ്റ മുറിവുകളൊക്കെ ആയിരിക്കാം. ഇന്ന് ദൈവം ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ദിവസം നമുക്കൊരു വിടുതൽ തരുമെന്ന് വിശ്വാസത്തോടു കൂടിയായിരിക്കാം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂയി മോൺഫോർട്ട് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ഈ ജഡത്തിൻ്റെ ദുരാശ ജയിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം. ലൂയി മോൺഫോർട്ട് പഠിപ്പിക്കുക, ജഡത്തിൻ്റെ ദുരാശയെ നശിപ്പിക്കാൻ നിർദ്ദേശിക്കുന്ന ചില പോംവഴികൾ. ഒന്നാമത്തെ വഴി സ്ഥിരമായ പ്രാർത്ഥനയാണ്. രണ്ടാമത്തത് ആത്മപരിശോധനയാണ്. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയെ കണ്ടെത്താനുള്ള എൻ്റെ വഴികളെ ഞാൻ കണ്ടെത്തണം. മൂന്നാമത്തത് ചെറിയ ത്യാഗങ്ങൾ ചെയ്യണം. പ്രിയപ്പെട്ട ഒരു ജഡത്തിൻ്റെ ദുരാശ മാറാൻ ചില ത്യാഗങ്ങൾ നമുക്ക് ആവശ്യമാണ്. മറ്റൊന്ന്, വിനയം അഭ്യസിക്കുക. മനുഷ്യരുടെ മുന്നിൽ നമ്മൾ ഒരു പെർഫോമർ ആവാകാതെ നമ്മൾ പിൻവലിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. നാലാമത്തത്, മാതാവിനോടുള്ള ഭക്തി നമ്മൾ വർദ്ധിക്കുക.
പരിശുദ്ധ അമ്മയോട് ഭക്തി ഉണ്ടായിരുന്ന അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ ഈ ജഡത്തിൻ്റെ കെട്ടുകൾ അഴിക്കാൻ അവർ കഴിഞ്ഞിട്ടുണ്ട്. ഈ വിമല ഹൃദയ പ്രതിഷ്ഠ ചെല്ലുന്ന മക്കൾ ഈ 33 ദിവസം കൃത്യമായിട്ട് ഇതിൽ പങ്കെടുത്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാ പുണ്യപ്രവർത്തികളും പരിഹാര പ്രവർത്തികളും ബലിയർപ്പണങ്ങളും കുമ്പസാരങ്ങളും കൃത്യമായിട്ട് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 33-ാം ദിവസം മാതാവിന് സമർപ്പിക്കുന്നതിലൂടെ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയോ, നിങ്ങളുടെ ജഡത്തെ നിയന്ത്രിക്കാനുള്ള ഒരു പുതിയ അഭിഷേകത്തിൻ്റെ കൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതാണ്. മറ്റൊന്ന്, കുരിശിൻ്റെ ആത്മീയതയെ പുണരാനായിട്ട് പരിശ്രമിക്കുക. സഹനത്തിൻ്റെ ആത്മീയതകളെ പുണരുമ്പോഴാണ് ജഡത്തിൻ്റെ തെറ്റുകൾ നമ്മിൽ നിന്ന് വിട്ടുപോകുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറിയത്തിൻ്റെ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുമ്പോൾ മോൺഫോർട്ട് നൽകുന്ന ഒരു സന്ദേശമുണ്ട് നമുക്ക്. അതിപ്രകാരമാണ്: മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൽ ജീവിക്കുന്ന ആത്മാവ് സ്വന്തം ജഡത്തിൻ്റെ ആഗ്രഹങ്ങൾക്കല്ല, ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് കീഴ്വഴങ്ങും. മോൺഫോർട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്, ലൂയി മോൺഫോർട്ട് കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ്, ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന മക്കൾ അറിയുക, മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മാവ് തൻ്റെ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ അല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങൾക്ക് കീഴ്വഴങ്ങും. എന്താണ് ക്രിസ്തുവിൻ്റെ ഇഷ്ടങ്ങൾ? അതുകൊണ്ട് വചനം പറയുന്നുണ്ട്, ജഡത്തിൽ ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങൾ മനസ്സ് വയ്ക്കുന്നു, ആത്മീയരായി ജീവിക്കുന്നവരോ ആത്മീയ കാര്യങ്ങൾ മനസ്സ് വയ്ക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ ജഡത്തെ നിയന്ത്രിക്കുന്ന ഒരു ആത്മീയ അഭ്യാസങ്ങൾ, പ്രാർത്ഥനാ ജീവിതം, ഫോണുകളൊക്കെ ഒന്ന് മാറ്റിവെച്ച് കൂടുതലായിട്ട് ഈശോയെ ധ്യാനിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഒരിക്കൽ ഒരു യുവാവ് എന്നോട് പറഞ്ഞു തോർക്കാണ്, അച്ഛാ എനിക്ക് മനസ്സിലായി എൻ്റെ പാപം മാറാൻ എൻ്റെ മൊബൈലിലെ ചില ആപ്പുകൾ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ തന്നെ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത് നിനക്ക് പിന്നെ ഇൻസ്റ്റാൾ ചെയ്തൂടെ? അപ്പം ഞാൻ പറയും, ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എൻ്റെ മരണകാരണമാണെങ്കിൽ ഞാൻ എന്തിന് അത് ഇൻസ്റ്റാൾ ചെയ്യണം? അങ്ങനെ ഞാൻ മരിക്കുമെന്നുള്ളൊരു ഭയം ഈ പാപത്തിൽ നിന്നുണ്ടായപ്പോൾ ഈ പാപത്തെ ഒരിക്കലും ഞാൻ തുറന്നു വിടാറില്ല. പ്രിയപ്പെട്ട, അങ്ങനെ ആ പയ്യൻ അവൻ്റെ ജീവിതത്തിൽ ഈ പാപത്തെ ഉപേക്ഷിക്കാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, ഈ ജഡികാസക്തിയുടെ ജീവിക്കാൻ, അത് തോൽപ്പിക്കാൻ നമുക്ക് പ്രതിവിധികളുണ്ട്. ഒന്നാമത്തെ പ്രതിവിധി, ജഡത്തിൻ്റെ ദുരാശകളെ തോൽപ്പിക്കാനുള്ള ഒന്നാമത്തെ പ്രതിവിധി, മനുഷ്യ ശരീരത്തെ മഹത്വപ്പറ്റി ബോധ്യപ്പെടുക. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടാകുക. എൻ്റെ ശരീരം എൻ്റെ അല്ല, എൻ്റെ ദൈവം എനിക്ക് തന്ന ആലയമാണ്. 2, ഈ വിഷയത്തെക്കുറിച്ച് സത്യം തിരിച്ചറിയുക. ലൈംഗികത ഒരു മോശമായ കാര്യമല്ല, അത് വിശുദ്ധമാണ്. വിശുദ്ധിയോടെ ചെയ്യുന്നവർക്ക് അത് എന്നും വിശുദ്ധമായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇത് വിശുദ്ധമായിട്ട് ഇതിനെ കാണാനായിട്ട് പരിശ്രമിക്കാം. 3-ാമത്തത്, നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ വരുന്ന അശ്ലീല കാഴ്ചകൾ, കേൾവികൾ, വായനകൾ, സംസാരങ്ങൾ, കലാപ്രകടനങ്ങൾ അവിടുന്ന് ഒഴിഞ്ഞു മാറുക. ശരീരത്തെ പ്രകടിപ്പിക്കുന്ന കലാപ്രകടനങ്ങൾ കാണുമ്പോൾ നമുക്ക് നോക്കാതിരിക്കാൻ പറ്റില്ല. കണ്ണിന് ഈ ദുരാശയുടെ ആക്രമണം ഉണ്ടെന്നറിയുക. അപ്പോൾ കണ്ണടയ്ക്കേണ്ടത് കണ്ണടയ്ക്കുക. അനേകം കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, മക്കളെ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാണാതിരുന്നൂടെ? അച്ഛാ, അത് കാണുമ്പോൾ കണ്ണടയ്ക്കാൻ തോന്നില്ല. അപ്പം ഞാനൊരു കല്ലെടുത്തിട്ട് അവരുടെ കണ്ണിലേക്ക് എറിയാൻ നോക്കും. മക്കളെ, ഇപ്പം നിങ്ങൾ എന്ത് ചെയ്തു? ഇപ്പം ഞങ്ങൾ കണ്ണടച്ചു. ഈ കണ്ണ്, നിങ്ങളുടെ കണ്ണിലേക്ക് ഈ കല്ലെറിഞ്ഞ കല്ല് കൊള്ളും, കണ്ണ് മുറിയുമെന്ന് നിങ്ങൾക്കുള്ളിലൊരു ബോധ്യമുണ്ടെങ്കിൽ ഈ കാണുമ്പോൾ കണ്ണടയ്ക്കാനല്ലേ ഈ ദൈവം കൺപോളകൾ തല്ലേ? കരട് കയറാതിരിക്കാൻ കണ്ണടയ്ക്കുന്നൊരു വ്യക്തിക്ക് ജീവിതത്തിൽ എന്നും കരടായി തീരുന്ന ഒരു കരടിനെ കാണുമ്പോൾ അത് കണ്ണടക്കം പാലിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജഡം നമ്മെ തോൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, 4-ാമത്തത്, പഞ്ചേന്ദ്രിയങ്ങളെ കർശനമായി നിയന്ത്രിക്കണം. എൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ. പഞ്ചേന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കരുത് ഞാനും നിങ്ങളും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം നിയന്ത്രിക്കാൻ തന്ന അവയവങ്ങളെ നമ്മൾ നിയന്ത്രിക്കാതിരുന്ന ലോകം അതിനെ നിയന്ത്രിക്കാൻ തുടങ്ങും. 5-ാമത്തത്, ഭക്തി അനുഷ്ഠാനങ്ങൾ നമ്മൾ ഇനി അഭ്യസിക്കണം. ചില ഭക്താനുഷ്ഠാനങ്ങൾ നമ്മൾ അഭ്യസിക്കണം. ഒരിക്കൽ ഒരു വ്യക്തി എന്നോട് പറഞ്ഞതാ, അച്ഛാ, ഞാൻ ഒത്തിരി തെറ്റായ ചിത്രങ്ങൾ കണ്ട് എൻ്റെ ശരീരം മുഴുവൻ അശുദ്ധമാണ്. അങ്ങനെ ഞാനിത് വേണ്ടെന്ന് വെച്ചിട്ടും എനിക്ക് ഉറങ്ങുമ്പോൾ ഈ അസ്വസ്ഥത തോന്നാം. എനിക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. പുസ്തകം എടുത്ത് പഠിക്കാനിരിക്കുമ്പോഴും ഈ തെറ്റായ കണ്ടത് മുഴുവൻ പിന്നെയും വരാം. അങ്ങനെ ഇവൻ പറയാ, ഒരു ദിവസം ഞാൻ ചെയ്തതെന്നറിയോ? അച്ഛാ, ഞാൻ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കി, എന്നിട്ട് കണ്ണടച്ചിരിക്കും. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയുതേ, എൻ്റെ കൺമുമ്പിൽ ഈശോയുടെ തിരുവോസ്തിയുണ്ട്, ഈശോയുടെ തിരുശരീരമുണ്ട്.
അങ്ങനെ ഇവൻ 33 ദിവസം ഇതുപോലെ ഒരു വിമല ഹൃദയ പ്രതിഷ്ഠ നടത്തിയപ്പോൾ കൊച്ചു പറഞ്ഞ അനുഭവം, എല്ലാ ദിവസവും ഈ ദിവ്യഗാനം നോക്കി 33 ദിവസം എൻ്റെ മനസ്സിൽ ഇത് പതിപ്പിച്ചുറപ്പിക്കാൻ, ഈശോയുടെ തിരുമുഖം പതിപ്പിച്ചുറപ്പിക്കാൻ അവൻ പ്രാർത്ഥിച്ചു. പിന്നീട് അവൻ പറയുക, പിന്നീട് ഒരിക്കലും അച്ഛാ എനിക്ക് ഒരു സ്ത്രീയെ കാണുമ്പോഴോ ഒരു ഫോണിൽ നോക്കുവാനോ താല്പര്യമില്ലാതെയായി. കാരണം എൻ്റെ ഉള്ളു മുഴുവൻ ക്രിസ്തുവിൻ്റെ മുഖച്ഛായ വന്നു. എൻ്റെ ഹൃദയത്തിൽ കണ്ണടയ്ക്കുമ്പോഴും ഉറങ്ങുമ്പോഴും യേശുവിൻ്റെ തിരുമുഖത്തെ ധ്യാനിക്കാൻ വെറോനിക്കയെ പോലെ തിരുമുഖം തുടച്ചെടുക്കുന്ന പോലെ ഇന്ന് നമ്മുടെ കാഴ്ചപ്പാടുകളെ ഈ 6-ാം ദിവസം നമ്മൾ മാറ്റാൻ പരിശ്രമിക്കണം പ്രിയപ്പെട്ടവരെ. രണ്ടാമത്തത്, ഈ ജഡത്തിൻ്റെ ദുരാശ കൊണ്ടുവന്നത് ഭോജനപ്രിയമാണ്. അനേകർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അമിതമായ ഈ ഭോജനപ്രിയം. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഈ മക്കളില്ലാത്ത ദമ്പതികളുടെ ധ്യാനത്തിൽ ഒരു ഡോക്ടർ വന്ന് ക്ലാസ് എടുക്കുകയാണ്. ആ ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, പലർക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കാരണം ചില ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ആ ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതിരിക്കാൻ അതിലുപയോഗിക്കുന്ന കെമിക്കൽസ്. എന്നിട്ട് അദ്ദേഹം പറയുക, ചിലപ്പോൾ ചില ഭക്ഷണങ്ങളിൽ ഹൈ സെക്ഷ്വാലിറ്റിയും ലോ മോട്ടിലിറ്റിയാണ്, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥ. ഇന്ന് അനേകർക്കുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളെല്ലാം നല്ലതെന്ന് കരുതുമ്പോൾ പലതും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. പലതും നമ്മൾ ഭക്ഷണങ്ങൾ നീട്ടിവെച്ച് കഴിക്കുമ്പോൾ എടുത്ത ഭക്ഷണം ചൂടാക്കുന്നു, ഫ്രിഡ്ജിൽ വയ്ക്കുന്നു, പിന്നെയും എടുക്കുന്നു, ചൂടാക്കുന്നു, പിന്നെയും വയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, ശാസ്ത്രവും അതുപോലെ മെഡിക്കൽ ശാസ്ത്രവും പഠിപ്പിക്കുന്നത് ക്യാൻസർ വരാൻ ഇത് തന്നെ കാരണമാണ്. നമ്മൾ പലതും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നല്ലതാണോ എന്ന് ചിന്തിക്കാറില്ല. എന്നാൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നല്ല ഭക്ഷണങ്ങളെ വെറുക്കുകയും എവിടെയോ തെരുവുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് അമിത വില കൽപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഭോജനപ്രിയം അനേകർക്ക് ജഡത്തിൻ്റെ ദുരാശ വരുന്നു. ചില കുട്ടികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, യുവജന ധ്യാനം നടത്തും, പക്ഷേ ചില ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു ലഹരി പോലെയാണ് ഈ ഭക്ഷണം. ഉച്ചതിരിയുമ്പോൾ ഇത് കഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥത. പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി ഈ അസ്വസ്ഥത എന്താണ്. എന്നെ വർഷങ്ങളെടുത്തു എന്ന് പറയണേ. അനേകം മക്കൾ ഹന്നാവെള്ളം കുടിച്ച് പ്രാർത്ഥിച്ച് ആ കെട്ടഴിക്കുന്നത് കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ തിരിച്ചറിയണേ, നമ്മുടെ ജീവിതത്തിൽ ചില ഭക്ഷണങ്ങൾ വരുത്തുന്ന അമിത പ്രാധാന്യങ്ങൾ, നമുക്ക് ചില നോമ്പുകൾ പ്രാശ്ചിത്യങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ ഭോജനപ്രിയം നമുക്കുണ്ടാക്കുന്ന ഹീനത, ഒന്ന്, ഉപവാസത്തെ പുച്ഛിക്കാൻ തുടങ്ങും. ഉപവാസവും പ്രാർത്ഥനയും കൂടാതെ ഈ വർഗം നമ്മിൽ നിന്ന് വിട്ടുപോകില്ലെന്ന് വചനം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. കൊച്ചു കൊച്ചു ഉപവാസങ്ങൾ, പരിത്യാഗങ്ങൾ ചെയ്യാൻ പറ്റും. നോമ്പുകൾ നമുക്ക് നഷ്ടമാകും. നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ ഈ ആഘോഷങ്ങൾക്ക് വലിയ പ്രാധാന്യം വരുമ്പോൾ നമുക്ക് നഷ്ടമാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ക്രമരഹിതമായ ആസക്തികളോടെ ഭക്ഷിക്കുന്ന അനേകർ ഈ ലോകത്തുണ്ട്. ക്രമരഹിതമായ ചില ഭക്ഷണങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നമ്മുടെ ജീവിതത്തിൽ കൃപ വേണം. അതിനായിട്ട് നമ്മൾ ഇന്ന് ദിവസം പ്രാർത്ഥിക്കുകയാണ്. ഈ 6-ാമത്തെ ദിവസം ജഡത്തിൻ്റെ ദുരാശയെ കീഴ്പ്പെടുത്താൻ ദൈവം നമുക്ക് കൃപ തരും. ഇന്നുള്ള ആരാധനയിലും തുടർന്നുള്ള പ്രതിഷ്ഠാ പ്രാർത്ഥനകളിലും ശക്തമായിട്ട് ഒരു ഡെലിവറൻസിന്, ഒരു വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി നമ്മളെ അതിന് ഇന്നീ ദിവസം സഹായിക്കട്ടെ. സവിധേ അഭയം തേടി വരുന്നു ഞാൻ. വിമലേ അംബികേ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ. എന്നുടെ അർച്ചന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ, നീ കൈക്കൊള്ളണമേ തായേ നീ. വിമലേ അംബികേ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ.
ആഴലാമാഴിയിൽ ആഴാതെ എന്നെ അലിവെഴുമമ്മേ കാത്തരുൾക. പാപകരിനിഴൽ വീശും നേരം കൃപയുടെ കതിരുകൾ ചൊരിയണമേ. വിമലയംബികേ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ. ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ലുത്തിനിക ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഇനി ഓരോ പ്രാർത്ഥനയ്ക്കും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാണ് സമൂഹം പ്രാർത്ഥിക്കേണ്ടത്. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിന്റെ തിരുക്കുമാരനായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കന്യകാമറിയത്തിന്റെ ഉദരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവവചനത്തോട് കാതലായ വിധത്തിൽ ഒന്നിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധമായ ആലയമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്യുന്നതന്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജ്വലിച്ചിരിക്കുന്ന സ്നേഹാഗ്നി ചൂളയായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതിയുടെയും സ്നേഹത്തിന്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യങ്ങളുടെയും ആഴമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുകഴ്ചയ്ക്കും എത്രയും യോഗ്യനായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല ഹൃദയങ്ങൾക്കും അധിപനും കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധിയെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവത്വത്തിന് പൂർണ്ണതയൊരുക്കുന്ന ഈശോ വസിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിനെ പ്രസാദിപ്പിച്ച ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കെല്ലാവർക്കും സിദ്ധി ലഭിച്ചിരിക്കുന്ന നന്മയുടെ സമ്പൂർണതയായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപർവ്വതങ്ങളുടെ ആശയമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ക്ഷമയും അധിക ദയയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ കൃപകൾ അപേക്ഷിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവിടമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിരിക്കുന്ന
ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്ദകളാൽ പൂരിതമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആക്രമണ നിമിത്തം തകർക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല ആശ്വാസങ്ങളുടെയും ഉറവിടമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സമാധാനവും അനുരഞ്ജനവുമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപങ്ങൾക്ക് പരിഹാരബലിയായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാണേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാണേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാതാവിൻ്റെ വിമല ഹൃദയത്തോടുള്ള പ്രതിഷ്ഠാജപം നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ക്രിസ്ത്യാനികളുടെ സഹായവും ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിന്റെ അഭയവുമായ പരിശുദ്ധ മറിയമേ, പരിശുദ്ധ മറിയമേ, യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പല വിധത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. മിശിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങിത്തരണമേ. അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായ ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളരുന്നതിനും അനുഗ്രഹിക്കണമേ. തിരുസഭാംബികേ, തിരുസഭയ്ക്ക് സർവസ്വാതന്ത്ര്യവും സമാധാനവും അരുളണമേ. വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ. മാനവവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ ഹൃദയമേ, മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ.
പരിശുദ്ധ അമ്മേ, പരിശുദ്ധമ്മേ, ഞങ്ങളുടെ മാർപ്പാപ്പമാർ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ കാലാകാലങ്ങളിൽ നവീകരിക്കപ്പെട്ടതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന്റെ സ്വന്തമായി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. ആമേൻ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആശ്വാസമേകുവാൻ കഴിയുന്ന ഈശോ എഴുന്നള്ളുന്നു. ഉള്ളിലുറപ്പായ വിശ്വാസമുണ്ടെങ്കിൽ ആശ്വാസമേകിടുമേ. എല്ലാവർക്കും ആശ്വാസമേകുവാൻ കഴിയുന്ന ഈശോ എഴുന്നള്ളുന്നു. ഉള്ളിലുറപ്പായ വിശ്വാസമുണ്ടെങ്കിൽ ആശ്വാസമേകിടുമേ. ഈശോ വരേണമേ ഉള്ളിൽ, എന്നീശോ വരേണമേ ഉള്ളിൽ. ഈശോ വരേണമേ ഉള്ളിൽ, എന്നീശോ വരേണമേ ഉള്ളിൽ. ദൈവമാണീ തിരുവോസ്തിയിലെന്നു നീ വിശ്വസിക്കേണമാദ്യം. ദൈവമാണീ തിരുവോസ്തിയിലെന്നു നീ വിശ്വസിക്കേണമാദ്യം. ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ചിടുവാൻ നന്നായൊരുങ്ങിടേണം. ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ചിടുവാൻ നന്നായൊരുങ്ങിടേണം. ഈശോ വരേണമേ ഉള്ളിൽ, എന്നീശോ വരേണമേ ഉള്ളിൽ. ഈശോ വരേണമേ ഉള്ളിൽ, എന്നീശോ വരേണമേ ഉള്ളിൽ. ആരാധന 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 ആരാധന. എല്ലാവരും ചേർന്ന് ആരാധന 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 ആരാധന. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യനായി രൂപമെടുക്കുകയും മനുഷ്യരോട് കൂടെ വസിക്കുകയും ചെയ്ത പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നും ഞങ്ങളോട് സ്നേഹമായിരിക്കുന്ന, ഞങ്ങളുടെ ശരീരത്തെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധപരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കേട്ടത്
ദുരാശകളുടെ അവസ്ഥയെക്കുറിച്ചാണ്. ഈ ലോകത്ത് 3 തരം ദുരാശയുണ്ടെന്നാണ് യേശു നമ്മളെ പഠിപ്പിച്ചത്. ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത. ഇവിടെ വരെ നമുക്കതിൻ്റെ ഒന്നാമത്തെ മേഖലയെ കർത്താവിന് കൊടുക്കണം. വിശുദ്ധനായ ലൂയി ഡി മോൺഫോർട്ട് എന്താ പറയുന്നത്? ജഡം എന്നത് ശരീരം മാത്രമല്ല, പാപത്താൽ മുറിവേറ്റ മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. അവൻ്റെ ഉള്ളിലുള്ള സുഖത്തോടുള്ള ഇച്ഛ, അവൻ്റെ ജീവിതത്തിൻ്റെ സ്വാർത്ഥതകൾ, ഇന്ദ്രിയ ആസക്തികൾ, ആത്മീയ അലസതകൾ. ഈശോയെ, നീ ഞങ്ങൾക്ക് തന്ന ശരീരത്തെ ഏറ്റവും നിർമ്മലവും വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ എവിടേക്കോ പോരായ്മ വന്നിട്ടുണ്ട്. കർത്താവെ, അങ്ങ് ഞങ്ങളോട് പഠിപ്പിച്ചിട്ടില്ലേ, ഈ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. പലപ്പോഴും ഞങ്ങളുടെ ശരീരത്തെ ഈ ലോകത്തിന് ഞങ്ങൾ ഒരു പ്രദർശന വസ്തുവാക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ പറയുക, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നീ ദൈവത്തിൻ്റെ ആലയം, നീ അത് മറക്കരുത്. ഈ ലോകത്തിൻ്റെ ആലയം അല്ല നീ ദൈവത്തിൻ്റെ ആലയമാണ്. നിന്റെ ആത്മാവ് ദൈവം വസിക്കുന്ന ഇടമാണ്. ആത്മാവിനെ പൊതിഞ്ഞ ശരീരത്തെക്കുറിച്ചുള്ള നിന്റെ ആകുലത മൂലം നീ പലപ്പോഴും രോഗിയായിട്ടുണ്ട് കുഞ്ഞെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും നമുക്ക് സമർപ്പിക്കാം. പലരും ഇന്ന് ഇന്ദ്രിയ സുഖങ്ങളുടെ പുറകിലാണ്, വീഴ്ചകളാണ്. ലൗകിക വസ്തുക്കളോടുള്ള അമിത താല്പര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. തന്നെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കി മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്തു പറയണം, തൻ്റെ സൗന്ദര്യത്തെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പ്രദർശനമാക്കുമ്പോൾ കുഞ്ഞ് നീ അറിയണേ, നിന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തരുത്. ഇവിടെ വരെ ഇന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജഡത്തിൻ്റെ മേലുള്ള ആസക്തികളാണ്. വചനം പറയുന്നില്ലേ, വൃക്ഷത്തിൽ നിന്ന് ഫലത്തെ തിരിച്ചറിയാം, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെയും തിരിച്ചറിയാം. ഇവിടെ വരെ നമ്മുടെ മക്കൾ, പല മാതാപിതാക്കളുടെയും വിശുദ്ധി ഇല്ലായ്മ കൊണ്ട് മക്കൾ അശുദ്ധരായിട്ടുണ്ട്. പല മക്കളുടെ അശുദ്ധി കൊണ്ട് കുടുംബങ്ങളിൽ വിശുദ്ധിയെക്കുറിച്ച് സംസാരിക്കാതെ ഇടയായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹ ജീവിതം നയിച്ചവർ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ വിവാഹത്തിനപ്പുറമുള്ള ചില ലൈംഗിക സുഖങ്ങൾക്ക് വേണ്ടി വിവാഹമെന്ന കൂദാശ സ്വീകരിച്ച ഞാനും എൻ്റെ ജീവിത പങ്കാളിയും തെറ്റായ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ? നിസ്വാർത്ഥമായ സ്നേഹമായിരിക്കണം കുടുംബമെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ പലപ്പോഴും ഒരു സുഖത്തിന് വേണ്ടി മാത്രം ഞങ്ങൾ പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുക. കർത്താവേ, ജീവിത പങ്കാളിയുമായിട്ട് ശരീരവും മനസ്സും കൊടുക്കേണ്ട ഞങ്ങൾ പലപ്പോഴും മറ്റു വ്യക്തികളുമായിട്ട് സുഖത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി ഫോണിലൂടെ, സംസാരത്തിലൂടെ പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുക. ഈ കാലഘട്ടത്തിലെ പല തിന്മകൾ കർത്താവേ, പുരുഷനുമായി സ്ത്രീയും സ്ത്രീയുമായി ഇണചേരുന്ന അവസ്ഥയിലുള്ള പാപ സാഹചര്യങ്ങൾ ലോകത്ത് വർദ്ധിക്കുമ്പോൾ കർത്താവേ, നീ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജഡത്തിൻ്റെ ദുരാശയെ നശിപ്പിക്കാനുള്ള, ജഡത്തിൻ്റെ അവസ്ഥകളെ ദൈവകൃപ കൊണ്ട് നേരിടാനുള്ള ശക്തി കർത്താവേ നീ ഞങ്ങൾക്ക് തരണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളും കൊടുക്കാം. കരങ്ങളെ യാചനാപൂർവ്വം പിടിക്കാം. നമ്മുടെ മാതാപിതാക്കളിലൂടെ വന്നിട്ടുള്ള എല്ലാ ജഡത്തിൻ്റെ ദുരാശകൾ, ജീവിതത്തിൽ മുറിവേറ്റ അനുഭവം, കുട്ടിക്കാലത്ത് നമ്മുടെ ശരീരത്തെ ദുരുപയോഗിക്കപ്പെട്ട അവസ്ഥയിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വന്ന അതിസ്വാഭാവികമായ ലൈംഗിക ആസക്തികൾ, സ്വയംഭോഗത്തിൻ്റെ, സ്വവർഗഭോഗത്തിൻ്റെ, വ്യഭിചാര ചിന്തകളുടെ, സ്ത്രീയെയോ പുരുഷനെയോ കാണുമ്പോൾ തെറ്റായ രീതിയിലുള്ള നോട്ടങ്ങൾ, അസ്വസ്ഥതകൾ എല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയ്ക്ക് കൊടുത്തൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ, നീ എന്നെ സാങ്ക്ടിഫൈ ചെയ്യണം, നീ എന്നെ ശുദ്ധീകരിക്കണം, നീ എനിക്ക് വിടുതൽ നൽകണം എന്ന് ആഗ്രഹിച്ച് കരങ്ങൾ യാചനാപുറം പിടിച്ച് ഈശോയെ വിളിക്കുക. പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നിന്റെ ശരീരത്തിലേക്ക് ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ ശക്തി ഈ ആരാധനയിൽ നിന്ന് ഒഴുകാൻ പോവാം. ജീവജലം ഒഴുകുമ്പോൾ തന്നെ നിന്റെ ശരീരം ശുദ്ധീകരിക്കണം. ആദ്യത്തെ ദുരാശയാണ് പ്രിയപ്പെട്ടവരെ, ശരീരത്തിൻ്റെ ദുരാശ. ഈ ഗാനത്തിൻ്റെ ഈരടികൾ പാടുമ്പോൾ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിന് കൊടുക്കണം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ ഗാനത്തിൻ്റെ ഈരടികളോട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധീകരിക്കണ ദൈവമേ, വിശുദ്ധീകരിക്കണേ എൻ്റെ ദേഹവും എൻ്റെ ആത്മാവും മാനസവും പൂർണ്ണമായിട്ടും ഈ സമയം അങ്ങ് പൗത്രീകരിക്കണമെന്ന് ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കാം. വിശുദ്ധീകരിക്കണേ
ചിടണേ. ദൈവമേ വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വിശുദ്ധീകരിച്ചിടണേ. ദൈവമേ വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. ആഗ്രഹത്തോടെ പാടാവൂ. വിശുദ്ധീകരിച്ചിടണേ. ദൈവമേ വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം വാക്യം പറയാം. ജഡിക പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവർ, നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒത്തിരി പ്രാർത്ഥന നടത്തുമ്പോഴും ജഡം തിന്മയിലാണെങ്കിൽ ദൈവസന്നിധിയിൽ നിന്റെ പ്രാർത്ഥന എത്തുന്നില്ലെന്ന ശുദ്ധനായ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, റോമ 13:14 കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ, ദുർമോഹങ്ങളിലേക്ക് നയിക്കത്ത വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം അഴുകാനുള്ളതാണ്, എന്നാൽ ആത്മാവ് അഴുകാനുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, അഴുകുന്നതിനെ കുറിച്ച് ഒത്തിരി ധ്യാനിക്കുന്ന മനുഷ്യ, നിന്റെ അഴുകാത്ത ആത്മാവിനെ കുറിച്ച്, നിന്റെ ജഡത്തിന്റെ പ്രവണതകളെ നിഗണിച്ച് നിന്റെ ആത്മാവിന്റെ കൃപയിലേക്ക് നീ ഒരുങ്ങ. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ യാചനാപുറം പിടിക്കും. കർത്താവിനോട് പറയും, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും കർത്താവെ എന്നെ പഠിപ്പിക്കണമേ. ആ ഒരു സ്നേഹം എനിക്ക് തരണമേ. എൻ്റെ മുറിവേറ്റ ജീവിതത്തിലേക്ക്, എൻ്റെ ജഡികാസക്തിയുടെ മേഖലയിലേക്ക് കർത്താവ് നീ ഇറങ്ങി വരണമേ. ദിവ്യഗാനത്തിലേക്ക് നോക്കി കരങ്ങൾ യാചനാപുറം പിടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ സ്നേഹത്തിൻ നീളവും വീതിയും ആഴവും ഉയരവും അറിയുവാനായി ദൈവത്തിൻ സമ്പൂർണതയിൽ സ്നേഹത്താൽ എന്നെ രൂപാന്തരീകൃതന മാറ്റണമേ. വിശുദ്ധീകരിച്ചിടണേ. ദൈവമേ വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. എന്റെ ജഡത്തിന് മാറ്റി എല്ലാ ക്ഷതങ്ങളെ ഓർത്തൊന്ന് പ്രാർത്ഥിച്ച് സമയീശു വിശുദ്ധീകരിക്കും. ഈശോയുടെ സ്നേഹം കൊണ്ട് പൊതിയും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളെ, തലമുറകളെ സമർപ്പിക്കും. നമുക്ക് മക്കളുണ്ടായപ്പോൾ അശുദ്ധിയുടെ മേഖല ഉണ്ടായെങ്കിൽ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുക ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി. പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. കരങ്ങൾ കൂപ്പി നമുക്ക് ദൈവവചനം കേൾക്കാം. വചനം നമുക്ക് വഴിയിൽ പാതയിലും വിളക്കും പ്രകാശമാണ്. പ്രിയപ്പെട്ടവരെ, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങൾ. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് വ്യാപരിക്കുവിൻ. ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്നത് നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു. ആത്മാവ് നിങ്ങളെ നയിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴിലല്ല. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന,
ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മദിരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റ് പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തിയിലേർപ്പെടുന്നവർക്ക് ദൈവരാജ്യം അവകാശപ്പെടുകയില്ലെന്ന് മുൻപ് ഞാൻ നിങ്ങൾക്ക് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ അവസ്ഥകൾ, ജഡത്തിൻ്റെ വ്യാപാരങ്ങളുള്ള വ്യഭിചാര ചിന്തകൾ, പ്രിയപ്പെട്ടവരെ, വചനം പറയുക, വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുന്നത് മാത്രമല്ല. ആസക്തിയോടെ സ്ത്രീയെയോ പുരുഷനെയോ നോക്കുന്നവൻ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം നമ്മുടെ കണ്ണുകൊണ്ടും ശരീരം കൊണ്ടും ജഡത്തെ കീഴ്പ്പെട്ട് കിടക്കുന്ന ചില കെട്ടുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ചില ദുർവൃത്തികൾ, അശുദ്ധികൾ, വിഗ്രഹം. എന്തോരം കുഞ്ഞുങ്ങളാ, എത്രയോ കുട്ടികളാ, എത്രയോ യുവജനങ്ങളാ, എത്രയോ കുടുംബങ്ങളാ ഈ ഒരു ജഡത്തിൻ്റെ കെട്ടി കിടക്കുന്നത്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അഴുക്ക് ജാലി കിടക്കുന്ന അവസ്ഥയാണ്. സ്നേഹം എന്തെന്നറിയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് മാധ്യമങ്ങൾ തുറന്നാൽ ഇങ്ങനെയുള്ള ജഡിക പാപങ്ങൾക്ക് വേണ്ടി ശരീരം വിൽക്കുന്നവരുടെ എണ്ണം കുറയുകയല്ല, കൂടിക്കൊണ്ടിരിക്കുക. 30 വെള്ളി നാണയത്തിന് യൂദാസ് കൊടുത്തതുപോലെ സ്വന്തം ശരീരത്തെ വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി വിൽക്കുന്ന അനേകർ ഈ ലോകത്തുണ്ട്. ശരീരത്തെ നശിപ്പിച്ചിട്ട് രോഗബാധിതമായിട്ട് ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ കരയുന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കാലഘട്ടത്തിൽ നമ്മളെ വിളിച്ചോതുന്ന കാര്യങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. കൊച്ചു കൊച്ചു പ്രാർത്ഥനകളോടെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും, പ്രത്യേകിച്ച് ഈ ദുരാശയുടെ മേഖല വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോ പ്രാർത്ഥനയ്ക്കും കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കണമെന്നാണ് സമൂഹം പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കണമേ. ജഡത്തിൻ്റെ ദുരാശയിൽ വീഴാതെ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കണമേ. ജഡികാസക്തിയിലൂടെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ച് ആത്മനിയന്ത്രണം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കണമേ. ഇന്ദ്രിയങ്ങളുടെ പ്രലോഭനങ്ങളെ ജയിക്കാൻ വിവേകവും ശക്തിയും നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കണമേ. ഭോജന പ്രിയത്തെയും അമിത ആസക്തിയും ഉപേക്ഷിച്ച് മിതത്വത്തോടെ സ്വന്തം ശരീരത്തെ കൃപയിൽ നയിക്കുവാൻ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കണമേ. അലസതയിൽ നിന്ന് ഞങ്ങളെ ഉണർത്തി പ്രാർത്ഥനയിലും ആത്മീയ ഉത്സാഹത്തിലും വളരുവാൻ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ ആദരിക്കുവാനും സംരക്ഷിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കണമേ. ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ജഡത്തെ കീഴ്പ്പെടുത്തുവാൻ ഞങ്ങൾ തന്നെ ശക്തി കണ്ടെത്തുവാൻ കർത്താവേ, ഞങ്ങളുടെ ശരീരത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കണമേ. നമ്മുടെ എല്ലാ നിയമങ്ങളെയും പ്രാർത്ഥനകളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ശക്തമായിട്ട് ശരീരത്തിൻ്റെ മേൽ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം. മഗ്ദലന മറിയം എന്ന പെൺകുട്ടിയുടെ ശരീരത്തിന് മേൽ, ഈജിപ്തിലെ മറിയം എന്ന വിശുദ്ധയുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മ വന്നപ്പോൾ കൃപ നിറഞ്ഞു. കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, കൃപയുടെ ആത്മാവേ, ജീവന്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, ഈ സമയം ഞങ്ങൾ പെയ്തിറങ്ങണമേ. അഭിഷേകമായിട്ട് ഞങ്ങളുടെ ജഡത്തിന്റെ ദുരാശകളെ ഈ സമയം തന്നെ അഴിക്കണമേ. ആത്മാവിന്റെ അഗ്നി കൊണ്ട് അഴിക്കണമേ. ആത്മാവേ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആത്മാവിന് വേണ്ടി ദാഹിക്കാം. ഓ പാവനാത്മാവേ, പറന്നിറങ്ങേണമേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങേണമേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃദയത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ സ്വർഗശക്തിയെ, ശക്തി എന്നിലേകണേ. ഓ സ്വർഗശക്തിയെ, ശക്തി എന്നിലേകണേ. ദൈവസ്തുതി പാടിടാൻ എന്നിൽ സ്നേഹം നൽകണമേ. ദൈവസ്തുതി പാടിടാൻ എന്നിൽ സ്നേഹം നൽകണമേ. ഓ പാവനാത്മാവേ,
പറന്നിറങ്ങണമേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തി ഇന്നു നീ നിറയ്ക്കണേ. ഓ പരിശുദ്ധാത്മാവേ, സ്വർഗീയ ശക്തിയെ, ഞങ്ങളുടെ ജഡത്തിൻ്റെ മേൽ ഒരു പുനരുത്ഥാനത്തിൻ്റെ അഭിഷേകം, ആത്മീയ പുനരുത്ഥാനം ഞങ്ങൾ നിറയ്ക്കണമേ. ഒരു പുതിയ ജീവിതം, പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി ക്രിസ്തുവെന്ന ദൈവത്തെ ധരിക്കുവാൻ, ഞങ്ങളുടെ ശരീരങ്ങളെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് ആത്മാവിൻ്റെ അഭിഷേകം നൽകണേ. ഓ സ്വർഗക്കനലേ, നാവിലെന്നെ തൊടണേ. ഓ സ്വർഗക്കനലേ, നാവിലെന്നെ തൊടണേ. യേശുനാമം പുണ്യനാമം പാരിലെന്നും ഘോഷിക്കാം. യേശുനാമം പുണ്യനാമം പാരിലെന്നും ഘോഷിക്കാം. ഓ പാവനാത്മാവേ, പറന്നിറങ്ങണമേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തി ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ, പറന്നിറങ്ങണമേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തി ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തി ഇന്നു നീ നിറയ്ക്കണേ. നമുക്ക് മുട്ടുമേ നിൽക്കാൻ പ്രിയപ്പെട്ടവരെ, ഇതായി ദിവ്യകാരുണ്യ ആശീർവാദ സമയം. അനേകരുടെ ശരീരത്തിൽ നിന്ന് ജഡത്തിൻ്റെ ദുരാത്മാക്കൾ വിട്ടുപോകാൻ പോവുക. ജഡികാസക്തിയുടെ ദുരാത്മാക്കൾ കരങ്ങൾ കൂപ്പി ഏറ്റവും ഭക്തിയോടെ മുട്ടുമിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുധരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നുമെന്നും അങ്ങേക്കാരാധന.